അല്ല മക്കളെ, നിങ്ങൾ എല്ലാത്തിനൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സും പാസ്സായിട്ടുണ്ട്. ഇതിപ്പോഴും തുടക്കായിക്കോട്ടെ. ഇത് സക്സസ് ആയാലേ ബാക്കിയുള്ളതിനൊക്കെ ഇന്നത്തോടെ വസുന്ധരയുടെ കയ്യും കാലും മുടിയും. ഞങ്ങളുടെ മുഖത്ത് നമുക്ക് ആക്സിഡന്റ് ഒഴിക്കാം. യശോദന്റെ തലക്കടിക്കാം. അങ്ങനെയാണെങ്കിൽ സിസിലേക്കിട്ട് 2 പഞ്ചും 3 കിക്കും കൊടുക്കാം. അവളെ അമ്മയുടെ ഒരു കരാട്ട ആണുങ്ങളോട് അവളുടെ കളി. എന്റെ പൊന്നനിയ, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയാം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവളെ അടിക്കാവൂ. എന്റെ അണ്ണ ഇത് വെറും ചീള് കേസല്ലേ. അടച്ചിട്ട മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അത് വെറും ഒരു പെണ്ണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കയ്യും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അത്രയല്ലേ ഉള്ളൂ. പെണ്ണിന്റെയൊക്കെ കയ്യും കാലും തല്ലി ഒടിക്കാന്ന് പറഞ്ഞാൽ അത് ഉറങ്ങിക്കിടക്കുമ്പോ ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. എന്താണ് മാഷി ഇത് ഗീതോപദേശോ? മതി 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 മതി, അവളിങ്ങ എത്താറായി. എഴുന്നേറ്റ് ഐക്യപ്പെട്ടതൊക്കെ മതി. അനിയ, നിനക്ക് നല്ലതേ വരൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കാല ഏതായാലും കുഴപ്പമില്ല, പക്ഷെ കൈ അത് വലുത് തന്നെ വേണം. അതായത് എടാ, ഇല്ലെങ്കിലേ വസുന്ധരയുടെ അപ്പി കഴുകി ഇയാളുടെ ഊപ്പാട് വരും. അപ്പൊ ശരി, കൃത്യം കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ഓ അതിനെന്താ, പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എല്ലാരും. ജയ് ജിങ്കോ. തമ്പി സാറേ, ഈ വലത്തേക്കല്ലേ? ഓക്കെ. ഇടതും വലതും അറിയാത്തൊരു ഗുണ്ട ഇനി ഇവന്റെ കയ്യും കാലം തല്ലി ഓടിക്കേണ്ടി വരും. എന്തൊരു മണ്ടനാടാ നീ. എടാ മോനെ, ഇത് നോക്ക്. ഇതാണ് വലത് കൈ, ഇത് ഇടത് കൈ. ഇത് എടുത്ത് കൈ. നീ ഈ വലത്തെ കൈയാണ് ഒടിക്കേണ്ടത്. അല്ല തമ്പി, ഇവൻ ഇതിപ്പോ കൊളാക്കൂ. നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയൂ. ഇതിന്റെ സൂത്രധാരൻ ആരാ? SI വേലുത്തം. മനസ്സിലായില്ല. എടോ വക്കീലേ, അവൾ ഇന്ന് വരാൻ ലേറ്റ് ആവും എന്നുള്ളത് ഉറപ്പ്. ആ മണ്ടൻ കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പ്. അവൾ അവനെ തല്ലിക്കൊല്ലുമെന്നുള്ളതും ഉറപ്പ്. IPC 302 അവൾക്ക് ജീവപര്യന്തവും ഉറപ്പ്. അതേതാ വകുപ്പ്? അത് ഗുണ്ടാണേമല്ലേ? മിണ്ടാതെ പാടോ. അല്ല, അപ്പൊ നമ്മുടെ സേവിയർ. ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. Come on, follow me. എന്റെ ചാക്കരേ. ഇത് മുത്തിന്റെ ഇടത് കൈ, ഇത് മുത്തിന്റെ വലത് കൈ. അപ്പോ ഇത് ഇടത് കാല്, ഇത് വലത് കാല്. പിടികിട്ടി. പ്രതിമയുടെ ഇടതും വലതും പിടികിട്ടി. ഇനി വസുന്ധരയുടെ ഇടതും വലതും എങ്ങനെ പിടികിട്ടും? വസുന്ധരയുടെ ഇടത് കൊള്ളാം. എത്തിപ്പോയി. ഇത് വലത് കൈ. അയ്യോ അല്ല, ഇത് ഇടത് കൈ. അപ്പോ നിന്റെ ഫേവറേറ്റ് ആന്റിയുടെ ഹാപ്പി. ഇത് വലത് കാല്. കഴുകി നോക്കാം. അപ്പൊ ഇത് വലതാണ്, ഇത് ഇടത് കൊണ്ട് കഴുകാം. ഇത് വലത്. അയ്യോ അയ്യോ അയ്യോ. ഇതെന്തോന്ന് ഭൂമി കുലുക്കും. ഒരാളൂടെ ഇത്രയും കുലുക്കും. അയ്യോ സിസിലി, അയ്യോ സിസിലി. ആ വരി ഒന്നുകൂടി പാടി. എത്രയായാലും
എത്രയായാലും എന്നുണ്ണിയല്ലേ അവൻ ഇടപിടിയാത്തൊരു നിധിയല്ലേ എന്റെ പുണ്യമല്ലേ. തന്റെ ഏമാനുണ്ടോ അകത്ത്? അടിമാലിക്ക് പോയി. ഒരു നോക്ക് കാണുവാനൻ ആരാടാ നീ? ഞാൻ SI വേലുത്തമ്പി. നീയോ തമ്പിയോ? ജനമൈത്രി നഗറിൽ SI വേലുത്തമ്പിയുടെ വീട്ടില് ഇന്നലെ ഒരു കള്ളം കയറി. ആ ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സൂത്രധാരൻ മുങ്ങിക്കളഞ്ഞു. താൻ തന്റെ ഏമാനോട് ചെന്ന് പറഞ്ഞേക്ക്, എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ പൊക്കും. ഒരു നോക്ക് കാണുവാനൻ ആത്മാവ് മോഹ. നീ അധികം മോഹിക്കല്ലേ. സാറെങ്ങനെയാ അകത്ത് കയറിയേ? ഞാനൊരു മാജിക് അക്കാഡമി തുടങ്ങുന്നുണ്ട്, നീ ചേരുന്നോ? അകത്ത് പോടാ. പോലീസ് സ്റ്റേഷൻ കളിവീടാക്കല്ലേ റാസ്കൽസ്. പിന്നെ ഒരു കാര്യം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ അടിക്കാവൂ. 121. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അടിക്കുന്നത് പാപമല്ലേ? ഇവിടെ ധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. 125. ഇനി പറ, എന്തിനാ നിങ്ങളെ സേവിയറെ വേഷം കെട്ടിച്ചത്? ആ? വേഷം കെട്ടിച്ചെന്നോ? സേവരെ കള്ളും മൂന്തി ഏതാണ്ട് തമാശ കാണിച്ചതിന്. തമാശ. 150 കിലോ തൂക്കമുള്ള കരിമ്പോത്ത് പോലുള്ള സാധനത്തിന് കരിയും വാരി തേച്ച് വീട്ടിൽ കയറ്റി വിട്ടാണോ തമാശ കാണിക്കുന്നത്? സേവിയറിനെ ഞങ്ങൾക്കറിയാം. ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാൾക്കില്ല. നീ പറയണത് കേട്ടതൊന്നും ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന്. അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. കൂട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗറിനെ കിടുകിടോ വിറപ്പിച്ച ഗൂണ്ട സിസിലി. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കയ്യും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മറ്റേ കൈ കൂടി ഞാൻ ഒടിക്കും. എവിടെയാണ് സേവരെ പിഴച്ചത്? പൊന്നാണ്ടാ, സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണമെന്ന്. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്. പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോടാ പൊട്ട. ഊരകം കാരാത്തോട് ബൈപ്പാസിന് വേണ്ടി ലാൻഡ് അക്വിസിഷൻ നടപടികൾ എത്രയും വേഗം തുടങ്ങാനാണ് ക്യാബിനറ്റ് നിർദ്ദേശം. എല്ലാ ലാൻഡ് ഓണേഴ്സിനും ഇമ്മീഡിയറ്റ് ആയിട്ട് നോട്ടീസ് അയക്കണം. എത്ര ലാൻഡാ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്? 55 വീട്ടുകാരുണ്ടായിരുന്നു. എല്ലാവർക്കും 2 വർഷം മുമ്പ് നോട്ടീസ് അയച്ചതാണ്. എനി ഒബ്ജക്ഷൻസ്? അന്ന് കാര്യമായ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എനിവേ ലെറ്റ് us ഫൈൻഡ് ഔട്ട്. അവരുടെ റീഹാബിലിറ്റേഷൻ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാനായിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഉടനടി വിളിച്ചു ചേർക്കണം. യെസ് സർ. ഓക്കെ, ഡു ഇറ്റ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. ഒരു പ്രസ് റിലീസോട് കൊടുത്തേക്കോ. സർ. അച്ഛനോടെ കിടക്ക്.